ഈ ചില സമയത്തെ പ്രസംഗങ്ങൾ അത് ചില വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കും. വാക്കുകളുടെ ഇന്ദ്രജാലം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ തന്ത്രികളിൽ എവിടെയോ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ചരിത്രം പിറക്കുക. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗവും അങ്ങനെ തന്നെ. മാർട്ടിൻ ലൂതർ കിങ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആ പ്രസംഗത്തിന് ശേഷം പിന്നീട് പറയുന്നുണ്ട്, മാർട്ടിൻ ലൂതർ കിങ് ആ പ്രസംഗത്തിനു വേണ്ടി ആഴ്ചകളോളം തയ്യാറായി. തലേ ദിവസം രാത്രി 3 മണി വരെ അദ്ദേഹം തയ്യാറാക്കിയ പ്രസംഗവുമായി ആ നോട്ടുമായി അദ്ദേഹം അന്ന് ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനെത്തി. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ, ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് അദ്ദേഹം പ്രസംഗിക്കാൻ വന്നത്, പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ആളുകൾ അസ്വസ്ഥരായി, ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ തൻ്റെ കയ്യിൽ നിന്ന് പ്രസംഗം പോകുന്നുവോ എന്ന് പതറി നിൽക്കുമ്പോഴാണ്, ആളുകൾ അസ്വസ്ഥരായിരിക്കുന്നത് കാണുമ്പോഴാണ് പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ വിളിച്ചു പറയുന്നത്, ഹേ മാർട്ടിൻ ലൂതർ കിങ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് പറയൂ. ആ പറച്ചിലാണ് മാർട്ടിൻ ലൂതർ കിങ് ആ പ്രസംഗം മാറ്റിവെച്ചിട്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം തുടങ്ങുന്നത്. ആ സ്വപ്നത്തിൽ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കക്കാർ നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് തന്നു, അത് മാറിയില്ല. ആ സങ്കടം, അദ്ദേഹം അസ്വസ്ഥതകളെ പങ്കുവെക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൺ ഡേ വിൽ കം, ഒരു ദിവസം വരും, ആ ദിവസം കറുത്തവന്റെയും വെളുത്തവന്റെയും കുട്ടികൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു നടക്കുന്ന ഒരു ഘട്ടം വരും എന്ന സ്വപ്നം അദ്ദേഹം സമ്മാനിക്കപ്പെട്ടപ്പോൾ ആൾക്കൂട്ടങ്ങൾ, അലമാലകൾ ഉയരുന്ന സമുദ്രം പോലെ, സാഗരം പോലെ ജനസാഗരം അവിടെ വല്ലാതെ ആവേശം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് ചരിത്രം പറയുന്നത്.